ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അനന്തമായ ആനന്ദത്തിൻ്റെ ഉടമകളാണ് നാം ഓരോരുത്തരും. എന്നിട്ടും ആ പരമസത്യം അറിയാതെ തുച്ഛമായ നിസ്സാരമായ സുഖങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ നമ്മുടെ ബുദ്ധിശൂന്യത എന്നല്ലേ അതിന് പറയാൻ പറ്റൂ. നമ്മുടെ വീട്ടിൽ സ്വാദിഷ്ടമായ സദ്യ ഒരുക്കി വച്ചിരിക്കുന്നു അമ്മ. അതറിയാതെ നമ്മൾ അടുത്ത വീട്ടിലെ പഴങ്കഞ്ഞിക്ക് യാചിക്കാൻ ചെല്ലുന്നത് പോലെയാണ് ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി അലയുന്നത്. അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ വിശപ്പിനുള്ള പോംവഴി ഇല്ല എന്നറിയുമ്പോഴാണ് അന്യ വീട്ടിൽ ചെന്ന് ഇരക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് മൃഷ്ടാന്ന ഭോജനം ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന സത്യം അറിയുന്ന ഒരാളും ആ അന്യൻ്റെ വീട്ടിൽ അലയുകയില്ല. അതാണ് തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഇച്ഛിച്ചലയാതെ നായിനെപ്പോൽ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടു മാനസം എന്നുമെന്നും. എത്ര ലളിതമായിട്ടാണ് ഈ പരമസത്യം നമുക്ക് വെളിവാക്കി തന്നിരിക്കുന്നത്. തുച്ഛമാം നിസാരമാകുന്ന സംസാര സൗഖ്യത്തിന് ഈ ലോകത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖങ്ങൾ എല്ലാം തന്നെ തുച്ഛമാം സംസാര സൗഖ്യത്തിന് ഇച്ഛിച്ചലയാതെ നായിനെപ്പോൾ, വകതിരിവില്ലാത്ത ഒരു നായയെപ്പോലെ, മൃഗത്തെ പോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നിസാരമായ സുഖങ്ങളെ നമ്മൾ അന്വേഷിച്ചു പോകുന്നത് വെറും നായയെപ്പോലെ, ഒരു മൃഗത്തെ പോലെയാണ്. സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ, സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരബ്രഹ്മ വസ്തുവിൽ നമ്മുടെ മനസ്സ് നിരന്തരം വയ്ക്കുക മാത്രമേ വേണ്ടൂ. ഇപ്പോൾ നമ്മുടെ മനസ്സ് ലോകവിഷയങ്ങളിലാണ്. കണ്ടതിലും കേട്ടതിലും ആണിലും പെണ്ണിലും കുട്ടിയിലും സമ്പത്തിലും വീടിലും ഇങ്ങനെ നാനാ വിഷയങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുന്നു മനസ്സിനൊരിക്കലും സ്വസ്ഥതയുമില്ല. ഈ ചവറ്റുകൊട്ടകളിൽ നിറച്ചു വെച്ചതുപോലെ ഈ വിഷയങ്ങളെല്ലാം നിറച്ചു വെച്ച ചവറ്റുകൊട്ടയാക്കി മാറ്റിയിരിക്കുന്ന നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുക? വാർദ്ധക്യമാകുമ്പോൾ ഇതൊന്നും അനുഭവിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയും ഇല്ലാതാവുന്നു. താൻ ഇച്ഛിച്ച വസ്തുക്കളെല്ലാം ഒന്നൊന്നായി തന്നിൽ നിന്ന് അകന്നു പോകുന്നു. ആരൊക്കെ തന്നെ നോക്കുമെന്ന് കണക്ക് കൂട്ടിയോ അവരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു മാറി നാം തനിച്ചാകുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് എത്തിച്ചേരുമ്പോൾ വരും ഉറപ്പാണ്. നമ്മൾ നിരാശരും ദുഃഖിതരുമായിട്ടാണ് പലരെയും കാണുന്നത്. നമ്മൾ ആരും നമ്മെ സഹായിക്കാനില്ലാതെ നാം ഏകാന്തത്തിലാകുമ്പോൾ ഏകമായിരിക്കുന്ന കാന്തനിലേക്ക് നമ്മുടെ മനസ്സിനെ പ്രവേശിപ്പിക്കാൻ ഉള്ള ഒരഭ്യാസം നല്ല കാലത്ത് തന്നെ നമ്മൾ ശീലിച്ചു വെച്ചാൽ നമുക്ക് ആ അനുഭൂതി തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്നതാണ്. അതിന് പറ്റിയ ഒരു ജീവിത രീതി നാം സ്വീകരിക്കുകയും നമ്മുടെ മനസ്സിനെ നേർവഴിയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ആ അനുഭവ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അതിനാൽ തുച്ഛമാം സംസാര സൗഖ്യത്തിനെ ഇച്ഛിച്ചലയാതെ നായിനെപ്പോൾ സച്ചിദാനന്ദ പരബ്രഹ്മ വസ്തുവിൽ വെച്ചിടു മാനസം എന്നുമെന്നും. ഹരേ കൃഷ്ണ ഹരേ.